1,00,000 രൂപയ്ക്ക് TVS ഇറക്കിയ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറാണ് TVS ഓർബിറ്റർ. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.1 kWh ആണ്. ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുപോലെ IDC റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 158 km ആണ്. അത് ഏകദേശം നമുക്കൊരു റിയൽ വേൾഡ് കണ്ടീഷനിൽ 110 മുതൽ 120 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറും അതുപോലെ 10 മിനിറ്റുമാണ് ഫുൾ ചാർജ് ആകാനായിട്ട്. BLDC മോട്ടോറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 2.5 kW ആണ്. ഇതിനകത്ത് 2 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്, അതായത് ഈക്കോ പിന്നെ സിറ്റി. ഇതൊരു പക്ക സിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറായിട്ടാണ് TVS ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ എസ്തെറ്റിക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 6ഓളം കളർ വേരിയൻസ് അവൈലബിൾ ആണ്. അത്യാവശ്യം വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ്ലാമ്പ് യൂണിറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാരെന്ന് തോന്നി. ബട്ട് ഓവറോൾ ഒരു വ്യത്യസ്തത നിലനിർത്താനായിട്ട് TVS ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത 34 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റും. അത്യാവശ്യം ലഗേജ് ഒക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പോരാത്തതിന് ഫ്രണ്ടിൽ നമുക്ക് 290 mm സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഫുഡ് ബോർഡാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള ബോക്സുകൾ ക്യാരി ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ഡെലിവറി ബോയ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. സാധാരണ സ്കൂട്ടറുകളിൽ ഫ്രണ്ടിലെ ഫുഡ് ബോർഡിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ചെരിച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സ്ക്വയർ ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് സാധ്യമാണ്. നമുക്ക് ബോക്സ് വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് 5 amp സോക്കറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാധാരണ ടൈപ്പിലാണ്. 650 വാട്ട്സിന്റെ ആണ് ചാർജർ. 0 to 40 ജസ്റ്റ് 6.8 സെക്കൻഡ്സ് മാത്രമാണ് വേണ്ടിയത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതുപോലെ പില്ലിയനും റൈഡറിനും ഒരേ ലെവലിൽ ഇരിക്കാൻ പറ്റും. കുറച്ചുകൂടെ കംഫർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 7 ഡിഗ്രി 20 km ആണ്. അല്ലെങ്കിൽ 150 kg പേലോഡ് കപ്പാസിറ്റിയാണ് TVS പറയുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 165 mm ആണ്. സീറ്റ് ഹൈറ്റ് ഏകദേശം 763 mm ആണ്. ഇതിന്റെ ഫ്രണ്ടിലെ വീൽ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലിപ്പം കൂടിയതാണ്. 14 ഇഞ്ച് അലോയ് വീൽസ് ആണ്. റിയറിൽ 12 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഫ്രണ്ടിൽ 14 ഇഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഗട്ടറൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ട് വളരെ കേപ്പബിൾ ആയിരിക്കും. സിറ്റി റൈഡ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കുന്നതായിരിക്കും. പിന്നെ തിന്നായിട്ടുള്ള ടയർ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. 90/90 സെക്ഷൻ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. പിന്നെ ലൈറ്റിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് LED യൂണിറ്റ്സ് ആണ്. TVS പറയുന്നത് ഇത് വളരെ എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ ഡിസൈൻ ആയിട്ടാണ് TVS ബിൽറ്റ് ചെയ്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന്റെ വിൻസ്ക്രീൻ കുറെ കൂടെ വിൻ പ്രൊട്ടക്ഷൻ നൽകും എന്നാണ് പറയുന്നത്. ഇതിന്റെ വാറന്റി എന്ന് പറയുന്നത് 3 ഇയർ അല്ലെങ്കിൽ 50,000 km ആണ്. ഓവറോൾ ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായിരുന്നാലും പ്രൈസിങ് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ്. അണ്ടർ 1 lakhൽ നമുക്ക് ഒരു സിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ, അത് നല്ലൊരു പ്രൈസിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വീഡിയോ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.